ലേറ്റസ്റ്റ് ആയിട്ട് സിംപിളി ബൈ ഉണ്ണി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാൻസിൻ്റെ കമൻസിനൊക്കെ മറുപടി പറയുന്നതായിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എപ്പോഴാണ് കുഞ്ഞിനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉണ്ണി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, ഞാൻ അതിന് പ്രിപ്പയർ ഒന്നുമല്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇപ്പം കുട്ടിക്കൊരു ആഗ്രഹിക്കുന്നതൊക്കെയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോൾ അതിനെ പ്രിപ്പയർ അല്ല. പക്ഷേ എൻ്റെ ചുറ്റുപാടിനോ ഉള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമൊക്കെ ആയില്ലേ, കുട്ടിയൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പം അതിൽ മെൻ്റലി ഫിസിക്കലി ഒന്നും പ്രിപ്പയർ അല്ല. അതുപോലെ തന്നെ എനിക്ക് ചൈൽഡ്ഹുഡിൽ കുറേയധികം ട്രോമാസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ആ കുട്ടിയോട് അതൊക്കെ കാണിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ കുറേയധികം പേര് പറയാറുണ്ട്, ഇത് കണക്ക് കുട്ടി ജനിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനൊക്കെയുള്ള ടൈം കിട്ടില്ല, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് എനിക്കും അതേ കണക്ക് തോന്നി, കുട്ടിയോടുള്ള ദേഷ്യം വല്ലതും തോന്നി, അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് ആ ഒരു വീഡിയോയിൽ ഉണ്ണി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ഇട്ടതിന് താഴെ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് ഉണ്ണിക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങൾക്ക് കുട്ടി ജനിച്ചില്ലെങ്കിലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം രീതിയിൽ കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ പറയുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇത്രയും വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടി ജനിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും, അതുകൊണ്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചിലവരൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ ഭയങ്കരമായിട്ട് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അത് അവരുടെ ജീവിതമാണ്, അവരുടെ തീരുമാനങ്ങളാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. കമൻറ്റ് ബോക്സിൽ ഇപ്പം ആൾക്കാർ പറയും നിങ്ങളെങ്കിൽ പേഴ്സണലായിട്ട് പറയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, പക്ഷേ അതൊരു മര്യാദയ്ക്ക് പറയണമെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്.